ഹലോ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ന്യൂസ് ആൻഡ് ഇവന്റ്സിന്റെ കാര്യത്തിൽ കുറച്ച് പുറകിലോട്ട് പോകുന്നു. ഞാൻ അത്ര അപ്ഡേറ്റഡ് അല്ല എന്നൊരു തോന്നൽ വരാൻ തുടങ്ങിയതിന് ശേഷം എന്നാൽ എനിക്ക് കുത്തിയിരുന്ന ന്യൂസ് കാണാനോ ന്യൂസ് പേപ്പറുകൾ ഇങ്ങനെ അരിച്ചുപെറുക്കി വായിക്കാനോ എന്നുള്ളൊരു ക്ഷമയും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് ഈ ക്യാപ്സുലർ ന്യൂസസ് വരുന്ന ആപ്പുകൾ നോക്കുക, ചാറ്റ്ജിപിടിയുടെ അടുത്ത് എന്തൊക്കെ അപ്ഡേറ്റ് എന്ന് ചോദിക്കുക എന്നൊക്കെയുള്ളത്. അങ്ങനെ ചാറ്റ്ജിപിടി കഴിഞ്ഞ ദിവസം തന്ന അപ്ഡേറ്റുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു ന്യൂസ് ആയിരുന്നു. മെയ് 26 വന്നൊരു ന്യൂസാണ്. IMD ലോഞ്ച് ഹൈ റെസൊല്യൂഷൻ ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വാർത്ത. അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് വെതർ ഫോർകാസ്റ്റിംഗ് കുറച്ചുകൂടി റൂട്ടഡ് ആയിരിക്കും, കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും, കൃത്യമായ ഇൻഫർമേഷൻ കിട്ടും എന്നൊക്കെ അങ്ങനെ ന്യൂസിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, ഇപ്പൊ നമ്മുടെ ഈ വെതർ ഫോർകാസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതാവട്ടെ, ഓഷൻ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതാവട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഏജൻസീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ വരുന്നത് ഒരു മിനിസ്ട്രിയുടെ അണ്ടറിലാണ്. ആ മിനിസ്ട്രിയുടെ നെയിം ഞാൻ അത്രയ്ക്ക് അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അതുവരെ. കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ന്യൂസുകൾ കാണുന്ന ഒരു പേരല്ലല്ലോ. ഇപ്പൊ ഡിഫൻസ് മിനിസ്ട്രി, എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ എന്നെ പോലെ ഇത്തിരി ലേറ്റ് ആയ ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ആ മിനിസ്ട്രിയുടെ പേര് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് എന്നാണ്. അപ്പോ ഈ ഒരു മിനിസ്ട്രി ഫോം ചെയ്തത് 2006 അപ്പൊ അതുവരെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെന്റ് എന്നായിരുന്നു ഇതിന്റെ ഒരു പേര്. പ്രധാനമന്ത്രിയുടെ ഡയറക്ട് കൺട്രോളിൽ വരുന്ന ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഇത്. 2006 ഫെബ്രുവരിയിൽ ഇതിനെ മിനിസ്ട്രി ഓഫ് ഓഷ്യൻ ഡെവലപ്മെന്റ് ആക്കിയിട്ടാണ് ആദ്യം മാറ്റുന്നത്. പിന്നെ 2006 തന്നെ ജൂലൈയില് ഓഷ്യൻ ഡെവലപ്മെന്റ് ഉള്ളത് മാത്രമല്ലാതെ കുറച്ചുകൂടി കാര്യങ്ങൾ ഈ ഒരു മിനിസ്ട്രിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് വെതർ ആയിക്കോട്ടെ, സിസ്മോളജി, ഹൈഡ്രോളജി, നാച്ചുറൽ ഹസാർഡ്സ്, അതുപോലെ ഓഷൻ ആൻഡ് കോസ്റ്റൽ സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മിനിസ്ട്രിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. മിനിസ്ട്രിയുടെ നെയിം മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് എന്നാക്കുകയും ചെയ്തു. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഈ ഒരു മിനിസ്ട്രിയുടെ ഓണറബിൾ മിനിസ്റ്റർ. ഇനി ഈ മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സിന്റെ പേരും കൂടെ ഞാൻ പറയാം. നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച്, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്. ഇത് മാത്രമല്ല, ഇതുപോലെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഈ മിനിസ്ട്രിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഈ വെതർ പ്രഡിക്ഷൻസിനെ, ക്ലൈമറ്റ് പ്രഡിക്ഷൻസിനെ ഒക്കെ ഒരുപാട് കളിയാക്കുമായിരുന്നു അല്ലെ. ഇവർ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. മഴ പെയ്യുന്നു പറഞ്ഞാൽ പെയ്യില്ല, ഇല്ല എന്ന് പറഞ്ഞാലാണ് പെയ്യുക എന്നൊക്കെ. പക്ഷെ കുറച്ച് നാളുകളായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകളൊക്കെ വളരെ കൃത്യമായിട്ടാണ് വരുന്നത്. അതനുസരിച്ച് വേണ്ട മുൻകരുതലുകളൊക്കെ നമുക്ക് എടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോ ഇനി ചാറ്റ്ജിപിടി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് തരികയാണെങ്കിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.